ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇതാ കിച്ചണിൽ ഉമ്മ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ പൊരിച്ച് ഒരു ആദ്യത്തെ ബാച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കേട്ടോ. പിന്നെ ഇതാ രണ്ടാമത്തെ ബാച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമൊക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഉള്ളി നമ്മൾ അടുപ്പത്ത് ഒന്ന് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ബ്രൗൺ കളറാവണേ. ഇത് നമുക്ക് ബിരിയാണിയുടെ ഏറ്റവും മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ക്യാരറ്റും വേണം. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഒന്ന് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഉള്ളിയും ക്യാരറ്റും റെഡി ആയിപ്പോൾ പിന്നെ നമ്മൾ ചെയ്യണത് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലും കൂടെ കൂട്ടിയിട്ട് പിന്നെ അതിലേക്ക് ഉള്ളിയിട്ടു ഉപ്പിട്ടു. പിന്നെ അതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി മൂത്ത് വന്ന ശേഷം നമ്മൾ ഇതാക്കണോ തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഇനി അതിൽ കിടന്നൊന്ന് വേവട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ ആ തക്കാളി വേവാനുള്ള സമയം അതിന് കൊടുക്കണമല്ലോ. തക്കാളിയുടെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും ശ്രദ്ധിക്കരുതേ, കാരണം നമുക്ക് നമ്മളുടെ ഒരു പരിധിക്കുള്ളിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കണേ. കമൻസിലൊന്നും പറയണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഗരം മസാല അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയ ശേഷം ഇതാ നമ്മൾ തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. പുളിക്ക് ആവശ്യമായ തൈര് എല്ലാവരും നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ എത്രയാണ് നമ്മളെ ഉണ്ടാക്കുന്ന സാധനത്തിന് എത്രയാണ് ഉപ്പ് ആവശ്യമുള്ളതെന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ഉപ്പൊക്കെ ഒന്ന് ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനങ്ങനെ പറയാൻ കാരണം ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. തൈരൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് മല്ലിയിലും പുതിനയിലും കൂടി ഒന്ന് കട്ട് ചെയ്തത് ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലിട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ചിക്കനും ആ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണ സമയം വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വേവിക്കണ്ട, ഒന്ന് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് ഇറങ്ങി ആ രണ്ടും കൂടെ ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ ഇതിലേക്കുള്ള റൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്കിവിടെ ആകെ ഒരു കിച്ചണുള്ളൂ കേട്ടോ. അതിൽ സൗകര്യത്തിൻ്റെ ഒരു അപാകത മൂലം നമ്മൾ അവിടെ ഗ്യാസ് മാത്രം വെച്ചിട്ട് പുറത്തിൻ്റെ ഉമ്മ തട്ടിക്കൂട്ടി ഒരു ചെറിയൊരു അടുപ്പുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ചോറ് വെക്കൽ. ചോറ് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഗ്യാസുമ്മലാണ് പാചകം ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരിക്കുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ. നെയ്ച്ചോറിൻ്റെ ഇല അതും ഇട്ടിട്ട് ഉപ്പും ഇട്ട് ചെറുനാരങ്ങയും പിഴിഞ്ഞെടുത്ത് പിന്നെ നമ്മൾ അരി ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മിടാൻ പോവുകയാണേ. അരിയുടെ വേവൊക്കെ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊക്കെ ഓരോരുത്തരെ വേവിൻ്റെ അനുസരിച്ചല്ലോ, ഓരോ അരിക്കും ഓരോ വേവായിരിക്കുമല്ലോ.
അപ്പോൾ അത് നോക്കി എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇത് നമ്മൾ ദമ്മിടാൻ പോവുകയാണേ. ആദ്യം കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് എല്ലായിടത്തേക്കും തട്ടി കൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ മല്ലിയിലയും പിന്നെ ബിരിയാണി മരുന്നും കൂടെ കുറച്ച് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ കുറച്ച് ചോറിടുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബിരിയാണി മരുന്നിടുക. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ഒക്കെ ഒന്ന് വിതറി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സവാള ഉണ്ടല്ലോ അതും ക്യാരറ്റും കൂടെ മൂപ്പിച്ചത് അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമുക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളവർ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ ബിരിയാണിക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച ആ ഓയിലുണ്ടല്ലോ അത് കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ഷെയറും കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag.